ഹായ്, ഇസ് മൈ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടൗൺ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ ഐ വാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളൊന്ന് നോക്കുന്നത് ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക ODI ഹിസ്റ്ററി, ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഏകദിന മത്സരങ്ങളുടെ ചരിത്രം. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഇന്ത്യ ശ്രീലങ്ക ഏകദിന മത്സരങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. ഓഗസ്റ്റ് 2 ആദ്യ മത്സരം കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിൽ നടക്കും. രണ്ടാമത്തെ മത്സരം ഓഗസ്റ്റ് 4-നും മൂന്നാമത്തെ മത്സരം ഓഗസ്റ്റ് 7-നുമാണ് നടക്കുന്നത്. 3 മത്സരങ്ങളുടെ പരമ്പരയാണ്. 2020 പരമ്പര ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു 3-0. 3 മത്സരങ്ങളുടെ പരമ്പര. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും തിരിച്ചെത്തുന്നു. രോഹിത് ശർമ്മയാണ് ഇന്ത്യയെ നയിക്കുക. KL രാഹുലുമുണ്ട്. അവർ തിരിച്ചെത്തുക എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും 2020 വേൾഡ് കപ്പിന് ശേഷമുള്ള അവരുടെ ആ ഒരു ബാറ്റിംഗ് കാണാൻ സാധിക്കുമെന്നത് ഇന്ത്യൻ ആരാധകർക്ക് വലിയൊരു സന്തോഷമാണെന്ന് പറയാം. ശ്രീലങ്കൻ ടീമിനെ നയിക്കുന്നത് അസലങ്കയാണ്. ഗൗതം ഗംഭീർ കോച്ചായിട്ട് പദവി ഏറ്റെടുത്തതിനെ തുടർന്നുള്ള ആദ്യ വൺ-ഡേ സീരീസാണ് നടക്കുന്നത്. അതും മറ്റൊരു പ്രത്യേകതയാണ്. ഇവർ തമ്മിലുള്ള ചരിത്രം നോക്കുമ്പോൾ ഇവർ ആകെ മൊത്തം കളിച്ചിട്ടുള്ളത് 168 മത്സരങ്ങളാണ്. 168 മത്സരങ്ങളിൽ 99 എണ്ണത്തിൽ ഇന്ത്യ വിജയിച്ചു, 57 എണ്ണത്തിൽ ശ്രീലങ്ക വിജയിച്ചു, 11 എണ്ണം റിസൾട്ട് ഇല്ലാതെ അവസാനിച്ചു, 1 മത്സരം സമനിലയിൽ അവസാനിച്ചു. അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള കണക്കുകൾ എന്ന് പറയുന്നത്. അതിൽ ഇന്ത്യക്കാണ് മുൻതൂക്കം എന്ന് പറയുന്നത്. ഇവർ തമ്മിൽ ആദ്യമായി ഏറ്റുമുട്ടുന്നത് 1979 ലോകകപ്പിലാണ്. ആ മത്സരത്തിൽ ശ്രീലങ്കയ്ക്കായിരുന്നു വിജയം. ശ്രീലങ്ക 47 റൺസിന് ഇന്ത്യയെ പരാജയപ്പെടുത്തി. ഇവർ തമ്മിൽ അവസാനം ഏറ്റുമുട്ടിയത് 2023 നവംബറിലായിരുന്നു. അന്ന് ഇന്ത്യക്കായിരുന്നു വിജയം. ഇന്ത്യയുടെ വിജയം 1 മാർജിനായിരുന്നു. 302 റൺസിനാണ് ഇന്ത്യ ശ്രീലങ്കയെ പരാജയപ്പെടുത്തിയത്. അങ്ങനെ ആകെ മൊത്തത്തിൽ മുൻതൂക്കം എന്ന് പറയുന്നത് ഇന്ത്യൻ ടീമിനാണ്. ഇന്ത്യക്കാണ് മുൻതൂക്കം എന്ന് പറയുന്നത്. ശ്രീലങ്കയിലാണ് മത്സരങ്ങൾ നടക്കുക. ഹോം അഡ്വാൻറ്റേജ് ഉണ്ട്. എങ്കിലും 2020 പരമ്പരയിൽ നമ്മൾ കണ്ടതാണ് നമ്മൾ വിജയിച്ചത്. അതോടൊപ്പം പഴയൊരു ഫോമില്ലാതെ രീതിയിലാണ് ശ്രീലങ്കൻ ടീം എന്നതും നമുക്ക് ഒരു അഡ്വാൻറ്റേജ് പിന്നെയും കൂട്ടുന്ന ഒരു ഘടകമാണെന്ന് പറയാം. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. 2, 4, 7 തീയതികളിൽ കൊളംബോ പ്രേമദാസ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഏതായാലും രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും ആ ഒരു ബാറ്റിംഗ് കാണാൻ വേണ്ടി ക്രിക്കറ്റ് ഫാൻസ് ഇങ്ങനെ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. 2020 പരമ്പര തൂത്തുവാരിയതുപോലെ ഏകദിന പരമ്പരയും ടീമിൻ്റെ തൂത്തുവാരുമെന്ന് നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.